രാവിലെ ലൈവ് കാണുമ്പോൾ നമ്മുടെ സരികയും അതുപോലെ തന്നെ നിവിനും കൂടി ജയിലിന്റെ ഒരാൾ ജയിലിന്റെ പുറത്തും ഒരാളുടെ ജയിലിനകത്തും എന്ന് വർത്താനം പറയുന്നുണ്ട്. നമ്മുടെ രേണു സുധി കിടന്നുറങ്ങുവാണ്. അപ്പൊ ഇതായിരുന്നു രാവിലെ ലൈവിൽ. അതിനുശേഷം അവർക്ക് ബാത്റൂമിൽ പോകുന്ന ഒരു കാര്യവും പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ അനീഷും ക്യാപ്റ്റൻ ഷാനവാസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായത്തോട് പലരും വിയോജിപ്പ് എനിക്കിഷ്ടമാണ്. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെയാണ്. പക്ഷെ തെറി വിളിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുന്നത് വളരെ മോശമായി പ്രവണത. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അങ്ങനെ ക്യാരക്ടർ ആവുന്നത് കൊണ്ടാണ്. പിന്നെ തൊഴിലൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സും ജോലിയുള്ളവരാണ്. മിക്കവാറും എല്ലാവരും. ഞാനും ഒരു പ്രൊഫഷണലാണ്, അഡ്വക്കേറ്റ് ആണ്. 11 വർഷമായിട്ട് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, ഇത് എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ആക്ട്രസും കൂടിയാണ്. ഓക്കെ, പിന്നെ ബിഗ് ബോസ് പോകാനായിട്ട് നമുക്കൊന്ന് തൽക്കാലം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. കാരണം ഭക്ഷണം കിട്ടത്തില്ല, ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനുണ്ട്. പക്ഷേ സർവൈവൽ ഗെയിമാണ്. അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പോകാം. റിയാലിറ്റി ഷോയാണ്. സെലക്ട് ചെയ്യുന്നതന്നെ വലിയ കാര്യമാണ്. ഓക്കെ, അതെല്ലാം നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് കാശ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൽ എനിക്ക് കാശൊന്നും കിട്ടാനായിട്ടില്ല. വെറും 100-150 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ എങ്ങനെയാണ് കാശ് വാങ്ങിക്കുന്നത്? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും കേട്ടോ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ 12:30 വരെയുള്ള ലൈവ് അപ്ഡേഷൻ ഞാൻ തന്നിട്ടുണ്ട്. എല്ലാവരും പോയി ആ വീഡിയോ കാണുക. അപ്പം ജയിൽ പുള്ളികൾക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യമൊക്കെ അവർ ഫെയിലിയർ ആയെങ്കിലും പിന്നീട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് തോന്നുന്നത്. ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ അവർ ഓക്കെ ആയി. അപ്പോൾ രാവിലെ ഒരാൾക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നിവിൻ ഷാനവാസിനെ വിളിച്ചു. ആ മരവാഴ ഷാനവാസ് എവിടെ പോയി കിടക്കുന്നു എന്നുള്ള ഒരു ഒച്ച കേട്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത് തന്നെ. അപ്പം ഷാനവാസെ മരവാഴ ക്യാപ്റ്റ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിവിൻ ജയിലിൽ കിടന്ന് അലമുറയിട്ടു. എന്തായാലും ആരോ ചെന്ന് ഷാനവാസിനോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഷാനവാസ് വന്നു തുറന്നു. ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ബാത്റൂമിൽ നിവിൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ അഴി തുറന്നു തന്നെ ഇട്ടേക്കുമായിരുന്നു. അടച്ചിട്ട് പോയില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾ പുറത്ത് പോയിക്കുമ്പോൾ ഒരാൾ അത് അടയ്ക്കുകയാണ് സാധാരണ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ അതിന് കമന്റ് അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ രേണു അതിനകത്തുണ്ടായിരുന്നു. സരിക പുറത്തിരിപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനീഷ് വന്നിട്ട് ചോദിച്ചു, രേണുവിന് ബാത്റൂമിൽ പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോകണം. നിവിൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ല ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാപ്റ്റനോട് പറയാം, നിവിൻ പോയതിന് കുഴപ്പമില്ല, രണ്ടുപേർക്കും പോവാം. പക്ഷെ അപ്പോൾ പറഞ്ഞു ഇത് തുറന്നു കിടക്കുക, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം പോവാമല്ലോ. അപ്പോൾ അനീഷ് പറഞ്ഞു അത് പറ്റില്ല, നമ്മുടെ ക്യാപ്റ്റനോട് പറയാണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. തുറന്നു കിടക്കുവാണെങ്കിലും ക്യാപ്റ്റനോട് പറയാണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. കാരണം ക്യാപ്റ്റനോട് പറയാതെ ഒരാൾ